ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഓണമൊക്കെ അല്ലേ വരുന്നത്, പട്ടുപാവാടയുടെ ഒരു സീസൺ ആണല്ലേ. ഈ പട്ടുപാവാടയുടെ നല്ല അടിപൊളി ഞൊറിവിട്ടാൽ മാത്രമേ പട്ടുപാവാട മനോഹരമായിരിക്കത്തുള്ളൂ. ഈ ഞൊറിവിടുന്നതില് ഒരു കാൽക്കുലേഷൻ ചെയ്താൽ മാത്രം നമുക്ക് കൃത്യമായിട്ടുള്ള ഞൊറിവിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു കണക്കിന് നമ്മളങ്ങ് ഞൊറിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വേസ്റ്റിൽ എത്താതെ വരിക, കൂടുതലായി പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ഞൊറിവുകൾ അഴിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എത്ര ക്ലോത്ത് ഉണ്ട് ആ ക്ലോത്തിനനുസരിച്ച് നമുക്ക് ഞൊറിവ് എത്ര ഇടണമെന്നും എത്ര ലെങ്ത്തിൽ ഇടണമെന്നും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേറൊന്നാണ്, നമ്മൾ എത്ര ഫാബ്രിക് വാങ്ങണം എന്നുള്ളത്. നമ്മളോട് ആരെയും കസ്റ്റമേഴ്സ് തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര ഫാബ്രിക് വേണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എത്ര ഫാബ്രിക് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ആൾക്കാരുടെയും വേസ്റ്റിന്റെ അനുസരിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രണ്ട് ടൈപ്പ് കാൽക്കുലേഷൻസ് ഉണ്ട്. ഒന്ന് എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഫാബ്രിക് ഇത്ര മീറ്റർ ഫാബ്രിക് കൊണ്ട് തന്നു, ആ ഫാബ്രിക്കിനനുസരിച്ച് എങ്ങനെയാണ് പ്ലീറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡ്. പിന്നെ നമുക്ക് എത്ര ഫാബ്രിക് എടുക്കണം എന്നൊരു കസ്റ്റമർ ചോദിക്കുമ്പോൾ എത്ര എടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു കാൽക്കുലേഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഫാബ്രിക് കൊണ്ട് തന്നിട്ട് എങ്ങനെയാണ് പ്ലീറ്റ്സ് കണ്ടുപിടിക്കുന്നത് നോക്കാം. കസ്റ്റമർ ഫാബ്രിക് കൊണ്ട് തന്ന ഒരു 4 മീറ്റർ ആണെന്ന് വിചാരിക്കുക. 4 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 158 ഇഞ്ചസ് ആണ് വരുന്നത്. ഈ 158 ഇഞ്ചസ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇഞ്ചിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഫാബ്രിക് ഇത്ര മീറ്റർ ആണെങ്കിൽ അതിനെ ആദ്യം നമ്മൾ ഇഞ്ചിലേക്ക് മാറ്റുക. അത് നമുക്ക് ഗൂഗിൾ നോക്കിയിട്ട് ഈസി ആയിട്ട് മാറ്റാം. ഇനി നമുക്ക് ആകെ ഒറ്റ ഒരു മെഷർമെന്റ് മാത്രമാണ് നമുക്ക് നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വേണ്ട ഒരു മെഷർമെന്റ്, വേസ്റ്റ് റൗണ്ട് മെഷർമെന്റ് മാത്രമാണ്. ഇവിടെ ഞാനൊരു 33 ആണ് എടുക്കുന്നത്. 33 കസ്റ്റമർ ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ച് വരും. അതായത് നമ്മൾ എവിടെയാണ് പാവാട ഇടുന്നത് അവിടുത്തെ ആ റൗണ്ട് മെഷർമെന്റ്. ഇനി നമുക്ക് വേണ്ടത് പ്ലീറ്റ് സൈസ്. അപ്പൊ ഇതാണ് നമ്മൾ മോഡലായിട്ട് എടുക്കുന്നത്. അപ്പൊ പ്ലീറ്റ് സൈസ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് ഒരു പ്ലീറ്റ്സ് 2 പ്ലീറ്റ് ഇങ്ങനെയാണ് പ്ലീറ്റ്സ് വരുന്നത്. ഈ പ്ലീറ്റിന്റെ ഈ ഒരു സൈസ് ഇതാ 1 ഇഞ്ചിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 1 ഇഞ്ച് എടുക്കാം, 2 ഇഞ്ച് എടുക്കാം, അങ്ങനെ നമുക്ക് 1.5 ഇഞ്ച് അങ്ങനെയൊക്കെ എടുക്കാം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ബാക്കി അളവുകളൊക്കെ വരുന്നത്. ഇവിടെ ഞാൻ 1 ഇഞ്ച് വെച്ചിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ആദ്യം കാണിച്ചു തരാം. പിന്നെ നമുക്ക് 2 ഇഞ്ച് എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. പ്ലീറ്റ് സൈസ് ഇവിടെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി നമ്പർ ഓഫ് പ്ലേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാല് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ പ്ലേറ്റ് സൈസ്. അപ്പൊ ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 33 ആണ്, ഡിവൈഡഡ് ബൈ 1 ആണ് പ്ലേറ്റ് സൈസ് വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് പ്ലേറ്റ്സ് 33 ആണ് വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്ലേറ്റ് ഇൻസൈഡ്. പ്ലീറ്റ് ഇൻസൈഡ് എന്താണെന്നുള്ളത് പറയാം. ഈ പ്ലീറ്റ്സിന്റെ ഉള്ളിലേക്കുള്ള ഒരു മെഷർമെന്റ് ഇല്ലേ, അതായത് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഇത് നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഈ ഉൾഭാഗത്തേക്ക് പോകുന്ന തുണി, അതായത് ഈ ഉൾഭാഗം മുതൽ ഇവിടം വരെ ഉള്ള ഒരു അളവ്. അതിന് വേണ്ടിയിട്ട് പ്ലീറ്റ് ഇൻസൈഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അതായത് ടോട്ടൽ ഫാബ്രിക് മൈനസ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ്. ഇതാണ് കാൽക്കുലേഷൻ വരുന്നത്. ഇപ്പൊ ടോട്ടൽ ഫാബ്രിക് എന്ന് പറയുന്നത് ടോട്ടൽ ഫാബ്രിക് 158 ഇഞ്ച് മൈനസ് വേസ്റ്റ് റൗണ്ട് 33 ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് 33. ഇത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. 3.78 ആണ് വരുന്നത്, അതായത് 3.78. അപ്പൊ നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 4 ഇഞ്ച് എടുക്കാം. ഓക്കെ, അപ്പം പ്ലീറ്റ്സ് ഇൻടേക്ക് വരുന്നത് 4 ഇഞ്ചാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഫാബ്രിക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ്, ഈ ഒരു കുട്ടിക്ക് എത്ര ഫാബ്രിക് എടുത്താൽ നല്ല പട്ടുപാവാട തയ്ക്കാന്ന്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്കിനി കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഒരു മെഷർമെന്റ് എടുക്കണം, വേസ്റ്റ് റൗണ്ട് മെഷർമെന്റ്. അത് 33 ആണെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് പ്ലീറ്റ് സൈസ് 1 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് തന്നെ അത് ഡിസൈഡ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ്
പ്ലേറ്റ്സ്. എത്ര വരും? 33 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 33. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നും കൂടി കണ്ടാൽ മതി മനസ്സിലായില്ലെങ്കിൽ. അങ്ങനെ നമ്പർ ഓഫ് പ്ലേറ്റ്സ് കിട്ടി. ഇനി പ്ലേറ്റ് ഇൻസൈഡ്, അത് നമ്മൾ നേരത്തെ കാൽക്കുലേഷനിലൂടെയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് ഫാബ്രിക് എത്രയെന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് തന്നെ ഇത് ഡിസൈഡ് ചെയ്യാം. ഒരു 4 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. എപ്പോഴും നമ്മൾ കുറച്ച് കൂട്ടി എടുക്കുന്നതാണ് നല്ലത്. 4 ഇഞ്ച് 5 ഇഞ്ച് അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും പ്ലേറ്റ്സ് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുക. ഇവിടെ ഞാൻ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫാബ്രിക് കണ്ടുപിടിക്കാം, എത്ര വേണമെന്നത്. ഫാബ്രിക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് ഇൻസൈഡ് ഇൻറ്റു നമ്പർ ഓഫ് പ്ലേറ്റ്സ് പ്ലസ് വേസ്റ്റ് റൗണ്ട് മെഷർമെന്റ്. അതായത് പ്ലേറ്റ് ഇൻസൈഡ് ഇൻറ്റു നമ്പർ ഓഫ് പ്ലേറ്റ്സ് പ്ലസ് വേസ്റ്റ് റൗണ്ട്. പ്ലേറ്റ് ഇൻസൈഡ് 4, നമ്പർ ഓഫ് പ്ലേറ്റ്സ് 33 പ്ലസ് വേസ്റ്റ് റൗണ്ട് 33. 165 നമുക്ക് ഇഞ്ച് ഫാബ്രിക് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 4 മീറ്റർ ആണ് വരുന്നത്. അപ്പം 4 മീറ്റർ ഫാബ്രിക് വാങ്ങണമെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ മെഷർമെന്റ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്ലേറ്റ്സ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് 2 മെഷർമെന്റ് മാത്രം മതി പ്ലേറ്റ്സ് ഇടാൻ വേണ്ടി. പ്ലേറ്റ്സ് ഇൻസൈഡ് 4 ഇഞ്ച്, പ്ലേറ്റ് സൈസ് 1 ഇഞ്ച്. ആദ്യം നമുക്ക് തുണിയുടെ സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ എൻഡിങ്ങും നമുക്ക് തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ച് വിടണം. അതിനുശേഷം നമ്മൾ എടുത്താൽ മതി. ഇവിടെ നമുക്ക് 1 ഇഞ്ച് ആദ്യം എടുക്കുക. അതായത് അത് പ്ലേറ്റ് സൈസ് 1 ഇഞ്ച് എടുത്തു. 1 ഇഞ്ച് പ്ലേറ്റ് സൈസ്. പിന്നെ നമുക്ക് 4 ഇഞ്ച് പ്ലേറ്റ് ഇൻസൈഡ്, പിന്നെ 1 ഇഞ്ച് പ്ലേറ്റ് സൈസ്, 4 ഇഞ്ച് പ്ലേറ്റ് ഇൻസൈഡ്, 1 ഇഞ്ച് പ്ലേറ്റ് സൈസ്, പിന്നെ 4 ഇഞ്ച് പ്ലേറ്റ് ഇൻസൈഡ്. ഓക്കെ, ഞാനിവിടെ കുറച്ച് നീളത്തില് വരച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മള് തയ്യൽ തുമ്പിന് വിട്ടതാണ്. അപ്പൊ ഇവിടെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ ഈ 1 ഇഞ്ചിന്റെ മടക്കി ഇങ്ങനെ എടുത്തിട്ട് നേരെ നമുക്ക് ഈ 4 ഇഞ്ചിലേക്ക് കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് നമുക്കൊരു പിന്നൂല് കൊടുക്കാം. അടുത്തത് 1 ഇഞ്ച്. ഈ 1 ഇഞ്ചിന്റെ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് 4 ഇഞ്ചിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇനി ഇതാ സെയിം 1 ഇഞ്ചിനെ എടുത്തിട്ട് 4 ഇഞ്ചിലേക്ക് കൊടുക്കാം, പിന്നൂല് കൊടുക്കാം. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ഇടാനുള്ള മെത്തേഡ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതേ അളവ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പട്ടുപാവാടയും അതിന് കറക്റ്റായിട്ടുള്ള ബ്ലൗസും സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇത് ഞാനൊരു സാമ്പിളായിട്ട് ഒരു മെഷർമെൻറ്റ് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. ബൈ.